ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. മധുരമുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഈന്തപ്പഴം കൊണ്ടാണ് സ്നാക്ക്. ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം ഉണ്ട്. ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഓരോന്നായിട്ട് കുരുമാറ്റിയെടുക്കണം. എല്ലാം രണ്ടാക്കി കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. വല്ലാണ്ട് അരിഞ്ഞു പോകരുത്, കുറച്ച് സെക്കൻഡ്സ് പൾസ് ചെയ്താൽ മതി. ഒന്ന് ഫ്രഷായി കിട്ടിയാൽ മതി. ഇതപ്പോൾ ഇതുപോലെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ നിന്ന് മാറ്റാം. ഒരു വലിയ കപ്പ് നാളികേരം ചെറുകിയതെടുത്തിട്ടുണ്ട്. ഏകദേശം 50 ഗ്രാം കാഷ്യൂ നട്ട്സ് ആണിത്. ഇതൊന്നുകൂടെ പൊടിച്ചെടുക്കണം നമുക്ക്. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈന്തപ്പഴം, കശുവണ്ടിപ്പരിപ്പ് തരിതരിപ്പായിട്ട് പൊടിച്ചത്, നാളികേരം ചിരണ്ടിയത്. ഡേറ്റ്സിലേക്ക് കാഷ്യൂ നട്ട്സും നാളികേരവും മിക്സ് ആക്കണം. കാഷ്യൂ നട്ട്സ് പൊടിയായതുകൊണ്ട് വേഗം എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ ബോളാക്കി. ഇനി ഇതിൽ നിന്ന് ഓരോ പോർഷൻ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ്, ഗോലിയുടെ പോലത്തെ ബോൾസ് ആക്കണം. കൂടുതൽ വലുതാക്കിയ വേവുമ്പോൾ ബുദ്ധിമുട്ടാവും. ഒരു കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് ബാറ്റർ ഉണ്ടാക്കാം. ഇതിൽ മുക്കിയെടുക്കാനുള്ളതാണ് ഡേറ്റ്സ്. വല്ലാണ്ട് അധികം ആവരുത് വെള്ളം. മാവ് കട്ടകട്ടിയായിട്ട് കിടക്കാനും പാടില്ല. ഇങ്ങനെ മാവ് റെഡിയായി. പാകത്തിന് കട്ടിയിൽ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ ആണ്. ഓരോ ബോളും സ്പൂൺ കൊണ്ട് ഒന്ന് മാവിൽ റോൾ ചെയ്തിട്ട് പതുക്കെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ടർ കവറിന് മാത്രമല്ലേ വേവുള്ളൂ, അപ്പോൾ ചെറിയ തീയിൽ വേവിച്ചാൽ മതി. മാവിലത്തെ പഞ്ചസാര കാരമലൈസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും. 20-25 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ഭാഗമാവും. പതുക്കെ തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടി ഫ്രൈ ചെയ്യാം. ഇതുപോലെ ഡേറ്റ്സ് ബോൾസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നാളികേരവും കാഷ്യൂനട്ടൊക്കെ കൂട്ടി ചേർത്തിട്ട് വറുക്കണതിന് കുറച്ച് നേരം മുമ്പ് പുറത്ത് വെച്ചാൽ മതി. മാവും അതെ അതുപോലെ നേരത്തെ കൂട്ടി തന്നെ തയ്യാറാക്കി വെക്കാം. സ്നാക്ക് പെട്ടെന്ന് ആക്കാം. അപ്പോൾ ചായയുടെ ഒപ്പം തന്നെ ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലിതാ നിറച്ചു മധുരമായിട്ടും നല്ലൊരു 4 മണി പലഹാരമാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.